ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഞാനിട്ട 2 വീഡിയോസിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി, ഞാൻ വളരെ സന്തോഷമായി, എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരുപാട് പേര് എനിക്ക് DM ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റും DMസും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈ തരാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വീഡിയോസ് ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ വെളിയിൽ നല്ല മഴയുണ്ട്. ഞാൻ ഈവനിങ് ആണ് ഈ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് ലൈറ്റിന്റെ കുറച്ച് ഇഷ്യൂ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിന്റെ അത്രയും ബെറ്റർ ആയിട്ട് തോന്നില്ല. ഈവനിങ് ആണ് ടൈം. കാരണം ഞാൻ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ടൈം കിട്ടുന്നത്, അങ്ങനെ പിടിക്കാന്ന് ഓർത്തിരുന്നാണ്. പക്ഷെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി പെട്ടെന്ന് വീഡിയോ ഇടണം കേട്ടോ, കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ എക്സാം ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ആ വീഡിയോസിൽ പറഞ്ഞായിരുന്നു ഞാൻ ഓരോ മൊഡ്യൂൾസിന് ടിപ്സ് പറഞ്ഞുതരാമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ അതിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ മൊഡ്യൂൾസിൽ നമുക്ക് ഓരോരോ മൊഡ്യൂൾസ് ആയിട്ടുള്ള രീതി പറയാം. അപ്പൊ മെയിൻലി ഇതിനകത്ത് കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നത് സ്പ്രഹന്റെ ടിപ്സ് ആണ്, സ്പീക്കിങ്ങിന് വേണ്ടിയുള്ള ടിപ്സ് ആണ്. കാരണം കുറെ പേർക്ക് അതാണ് കുറച്ച് പാസ്സാവാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സ്പീക്കിങ്ങിന്റെ ടിപ്സിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ആദ്യമേ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ടൈലായിട്ടാണ് പറയുന്നത്. മെയിൻലി 2 ടൈലാണ്, അതായത് 3 ടൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് തേമ, അതായത് ഒരു ടോപ്പിക്ക് തരും, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. സെക്കൻഡ്, ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാർട്ട്ണറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. പാർട്ട്ണർ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് നമ്മൾ റിപ്ലൈയും പറയണം. അതുപോലെ തന്നെ നമ്മളോട് പ്രൂഫറും ചോദിക്കും. അതാണ് അടുത്തത്. പിന്നെ എന്താണ് വരുന്നത്, പിന്നെ വരുന്നത് ഡിസ്കഷൻ, നമ്മൾ ഡിബേറ്റ് ആണ് വരുന്നത്. ഈ 3 എണ്ണമാണ് നമ്മൾ മെയിൻലി സ്പ്രഹലിന് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ 3 ടൈലായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഗൈസ്, ഫസ്റ്റ്ലി ഞാൻ എന്റെ എങ്ങനെയാണ് ഫസ്റ്റ് അറ്റൻഡ് ഫുൾ മൊഡ്യൂൾ കിട്ടിയെന്നുള്ള ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ സ്പ്രഹന്റെ വലിയൊരു, അതായത് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എക്സാം പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ വലിയൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് പേര്, അതാണ് എന്റെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തത്, ഒരുപാട് പേര് റിപ്ലൈ തന്ന ഒരു വീഡിയോ. അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ആ 1 മന്തിന് എക്സാം പ്രിപ്പയർ ചെയ്തതെന്ന്. അതുകൂടാതെ ഇന്ന് നമുക്കത് കുറച്ചുകൂടി വിശദീകരിച്ച് എങ്ങനെയാണ് ഓരോ ടൈമും ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ഫസ്റ്റ് തേമ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ നമുക്കിപ്പോൾ എടുത്തേക്കുന്ന സെന്റർ കൊച്ചി ട്രിവാൻഡ്രം എല്ലാം ഒരേപോലെയാണോ, ഒന്നെങ്കിൽ കൊച്ചി ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, കൊൽക്കത്ത, ഏതാണോ നിങ്ങൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ചില ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ റീസെന്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. റീസെന്റ് ആ എക്സാം സെന്ററിൽ വന്ന ടോപ്പിക്സിന്റെ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് നിങ്ങൾ ഫസ്റ്റ്ലി ഒന്ന് എല്ലാം കൂടി ഒന്നിച്ചാക്കി എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്നെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് കളക്ട് ചെയ്ത് ഒരുമിച്ചാക്കി വെക്കുക. അതായത് അത് ഒരുപാട് എണ്ണം ഉണ്ടാവും. നിങ്ങളപ്പോ ഈ ഒരുപാട് എണ്ണം ഉണ്ട്, എന്തൊക്കെ ഇതൊന്നും മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് വിട്ട് കളയണ്ട. എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾ അതെല്ലാം ഒരു ദിവസം ഇരുന്ന് അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അത് ഈ സെക്കൻഡ് ഡിസ്കസിയോന്റെ ഇതേപോലെ തന്നെ ആ സെന്ററിലുള്ള ടോപ്പിക്സ് ഉണ്ടാവും. കൊച്ചി ട്രിവാൻഡ്രം ഒക്കെ ആണ് ഒരുപാട് ടോപ്പിക്സ് ഉള്ളത്. കൊച്ചിയുടെ സ്പീക്കിങ്ങിന്റെ തന്നെ ഒരു 70ഓളം ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്കഷൻ 22-25 എണ്ണം കണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും. എന്നോട് കുറെ പേര് ടോപ്പിക്സ് ചോദിച്ചവരോട് ഞാൻ ഇൻസ്റ്റയിൽ DM, കാരണം എനിക്ക് ഇതിലൂടെ ഷെയർ ആക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റയിൽ DM ചെയ്തവർക്ക് ഞാൻ അതിന്റെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ ഇതേപോലെ കളക്ട് ചെയ്ത് എഴുതി വെക്കുക. അത് നമുക്ക് പഠിക്കാൻ പറ്റിയാലില്ലെങ്കിൽ എഴുതി വെക്കുക. അപ്പൊ അതിനുശേഷം ഞാൻ അതിൽ ഓൾറെഡി ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് തേമയുടെ കാര്യം പറയാം. തേമയുടെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക്, ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു ടോപ്പിക് എന്താ പറയാ, ടോപ്പിക് ഒക്കെ പറഞ്ഞാൽ സ്ട്രെസ് അബൗവൻ എന്ന് പറഞ്ഞ ടോപ്പിക്. സ്ട്രെസ് അബൗവൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ടോപ്പിക്. നിങ്ങൾ ആദ്യമേ ഇതിന് എന്ത് ചെയ്യുക, സാധാ പോലെ ഇതിനൊരു റേഡേമിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ ഇന്നതാണ് പറയാൻ പോകുന്നത്, ഈ തേമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ആദ്യം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം, പിന്നെ ഞാൻ അതിന്റെ ഫോട്ടോയിലേക്ക് പറയാം. അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ചൊരുതായിട്ടൊക്കെ പറയുമല്ലോ കുറെ കാര്യങ്ങൾ. അപ്പൊ അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ ആ ഹൈലൈറ്റ് നിങ്ങൾ തന്നെ, ഒന്നെങ്കിൽ നിങ്ങളെ ടീച്ചർ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിൾ വേർഡ്സിൽ നിങ്ങൾ അതിന്റെ റേഡേമിറ്റിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആദ്യത്തെ ഒരു സ്ട്രക്ചർ മാതിരിയുള്ള സംഭവം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാലും മതി. അതിനൊന്നും വലിയ ഒരുപാട് നിങ്ങൾ ഹൈലൈറ്റിങ് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് അവർ വലിയ മാർക്ക് ഇടില്ല. അത് പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവും അത് ഹൈലൈറ്റിങ് ആണെന്ന്.
അപ്പൊ അത് കാണാപ്പാഠം പഠിച്ചിട്ട് വന്നേക്കുവാന്ന് അവർക്ക് മനസ്സിലാവും. അത് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഒരു രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഈ ടോപ്പിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ പുങ്ക്റ്റാക്കി തന്നെ എഴുതണ്ട. നിങ്ങൾ ആദ്യം എന്താ വിശദീകരിച്ച് തന്നെ എഴുതിക്കോ. നല്ല വൃത്തിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പല പല എന്താണ് മെറ്റീരിയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. എന്തൊക്കെയാണ് അതിന്റെ പുങ്ക്റ്റുകൾ, മ്യോഗുലിസ് കൈറ്റൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇന്ന മ്യോഗുലിസ് കൈറ്റൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മൾ മ്യോഗുലിസ് കൈറ്റൻ ഒന്നിച്ച് പറയുമല്ലോ. അപ്പൊ അങ്ങനെ മ്യോഗുലിസ് കൈറ്റനിൽ കണ്ടെത്തുക, അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം വിശദീകരിച്ച് പറയുക, ബാക്കി രണ്ടെണ്ണം ഷോർട്ട് ആക്കി പറയുക. ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ എഴുതി വെക്കുക. നമ്മൾ പുങ്ക്റ്റ് ആയിട്ടാണ് എഴുതി പഠിച്ച് പറയേണ്ടെങ്കിലും നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ ഒരു വിശദീകരിച്ച് എഴുതി വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒട്ടും ടൈമിംഗ് ഇല്ലെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളത് ജസ്റ്റ് പോയിന്റ്സ് മാത്രമായിട്ട് എഴുതുക, അടുത്തടുത്ത് എഴുതി പോവുക. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ, അതായത് ഇപ്പൊ നിങ്ങൾ A2 ഒക്കെ ആയിട്ടുള്ളൂ, അല്ലെ B2 ആയിട്ടേ ഉള്ളൂ, എക്സാം ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 month ഉണ്ടേ പോലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനുള്ള സാധിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിശദീകരിച്ച് എഴുതി ഒരു പക്ക ഗ്രാമാറ്റിക്കൽ ആയിട്ട് വിശദീകരിച്ച് എഴുതി വെക്കുക. അത് നിങ്ങൾ ഒരു ഫ്രണ്ട് ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും 2 പേരുള്ളതാണ് നല്ലത്. ഒരാൾ കൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്കിംഗ് ചെയ്ത് പഠിക്കാൻ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് പിന്നീട്, അതായത് എഴുതി വെക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് നല്ല മൂടുണ്ട്, അപ്പൊ 2 തന്നെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചോ. അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ദിവസം അതിൽ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ, അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരെണ്ണോ രണ്ടെണ്ണോ എടുത്തിട്ട് അതിന്റെ പിന്നീട് നിങ്ങൾ അതൊന്ന് മൊത്തം വായിച്ചു നോക്കുക. നിങ്ങൾ എഴുതിയേക്കുന്ന മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ, നിങ്ങൾ തനിയെ എഴുതിയേക്കുന്നതുകൊണ്ടായതുകൊണ്ട് അതിന്റെ മീനിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യുക. 15 മിനിറ്റ്. ആ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ വായിച്ചു വെച്ച സാധനം ഓർത്തെടുത്ത്, അതായത് മനസ്സിലാക്കി വായിച്ചു വെക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, വായിച്ചു നോക്കുക, മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ തന്നെ ഇത് പോയിന്റ് ആയിട്ട് പുങ്ക്റ്റ് ആയിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതുക. 15 മിനിറ്റ് നിങ്ങൾക്ക് തന്നെ ടൈം കൊടുത്ത് നിങ്ങൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എന്താ, നിങ്ങൾക്ക് പാർട്ട്ണർ ആയിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ ആയിട്ട് പറഞ്ഞു നോക്കുക. പാർട്ട്ണർ ഇല്ലെങ്കിൽ നിങ്ങൾ തനിയെ തന്നെ അത് പറഞ്ഞു നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിന് ഉത്തരവും നിങ്ങൾ തന്നെ പറയുക. പാർട്ട്ണർ ഇല്ലെങ്കിൽ, പാർട്ട്ണർ ഉണ്ടെങ്കിൽ മറ്റേ പാർട്ട്ണർ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട്ണർ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിനൊരു ഉത്തരം പറയുക. അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് അത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് തേമ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് സ്ട്രെസ് അബോവ് എന്ന് പറയുമ്പോൾ ഒരുപാട്, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. സ്ട്രെസ് അബോവ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ പറയാം. സ്ട്രെസ് റിലീസ് ചെയ്യാൻ നമുക്ക് പറയാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ സ്ട്രെസ് റിലീസ് ആവും. നമുക്ക് യോഗ ചെയ്യാം, മ്യൂസിക് കേൾക്കാം, പിന്നെ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോകാം. അങ്ങനെ ഒരുപാട് മ്യോഗുലിസ് കൈറ്റൻ ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റും, അതല്ല കുറെ സാധനങ്ങൾക്ക് കോമൺ ആയിട്ട് വരും എന്ന് തോന്നുന്ന ഒരു മ്യോഗുലിസ് കൈറ്റൻ ആയിരിക്കണം നിങ്ങൾ ഗനവ് ചെയ്യേണ്ടത്, അതായത് വിശദീകരിച്ച് പറയേണ്ടത്. ഇപ്പൊ ഈ സ്ട്രെസ് അബോവല് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയനാണ് ഇരിക്കട്ടെ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇത് വരുവാണ്, ഒരു നൊയേഷ് പ്രാഹെ ലേണൻ എന്നുള്ളൊരു, നൊയേഷ് പ്രാഹെ ലേണൻ എന്നുള്ള അടുത്ത വേറെ അതൊരു പുതിയൊരു സ്പ്രാഹെ പഠിക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു ടോപ്പിക്കാണ് വേറെ. അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മ്യോഗുലിസ് കൈറ്റനായിട്ട് സോഷ്യൽ മീഡിയന് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താണോ നിങ്ങൾ സോഷ്യൽ മീഡിയന് സ്ട്രെസ് അബോവിന്റെ അവിടെ എഴുതി വെച്ചേക്കുന്നത്, അത് തന്നെ കുറച്ച് ചേഞ്ചസ് മാത്രം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഓൺലൈൻ നൊയേഷ് പ്രാഹൻ ലേണറിലും ചേർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും മ്യോഗുലിസ് കൈറ്റൻ പഠിക്കുമ്പോൾ വെറൈറ്റി മ്യോഗുലിസ് കൈറ്റൻ ഒരുപാട് എഴുതി വെക്കാതെ എല്ലാത്തിനും കോമൺ ആയിട്ട്, അതായത് സോഷ്യൽ മീഡിയ ചേരുന്നതിന് മാത്രമേ അത് ചേർക്കാവുള്ളൂ. കോമൺ ആയിട്ട് പറ്റുമെന്ന് തോന്നുന്ന മ്യോഗുലിസ് കൈറ്റനെ നിങ്ങൾ വലുതാക്കി എഴുതുക. അപ്പൊ നിങ്ങൾ ഒരു തേമ പഠിച്ചു, സ്ട്രെസ് അബോവൻ പഠിച്ചു. സ്ട്രെസ് അബോവനിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ്, സോഷ്യൽ മീഡിയൻ എന്നുള്ള ഒരു മ്യോഗുലിസ് കൈറ്റൻ ആണ്. അപ്പൊ ആ സോഷ്യൽ മീഡിയ എന്നുള്ള മ്യോഗുലിസ് കൈറ്റൻ എന്ത് ചെയ്തു, ഞാൻ അതിനെക്കുറിച്ച് എഴുതി. സോഷ്യൽ മീഡിയൻ വളരെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബെലീഫ്ഡ് ആണ്, ഒരുപാട് യൂസ്ഫുൾ ഹിൽഫറിഷ് ആണ്. പിന്നെ അത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഐസാം കൈറ്റ്, അതായത് ലോൺലിനെസ്സും എന്താണ് നമ്മുടെ ലാംഗ്വൈൽ കൈറ്റ്, അതായത് ബോറിംഗ്നെസ്സും അത് ഒക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും. നമുക്ക് ഒരുപാട് ഗെയിംസ് കളിക്കാൻ പറ്റും, വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്സിലൂടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിലുമായിട്ട് ചാറ്റ് ചെയ്ത് നമുക്ക് പുതിയ ആൾക്കാരെ ഫ്രണ്ടിനെ ബെക്കമെന്റ് ചെയ്യാൻ, അതായത് ഉണ്ടാക്കാൻ പറ്റും, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിശദീകരിച്ചുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ എഴുതി.
അതിൽ നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കമ്മ്യൂണിസീറൻ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെർബസാൻ ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നമുക്ക് ഫെർബസാൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഗനവ് ചെയ്ത് അതിനെ നിങ്ങൾ വലുതായിട്ട് വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർക്കുക, ഇന്ന കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. അതായത് സ്ട്രെസ് അബോവ് എന്നുള്ളൊരു തേമ ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം പറയാണ് നമുക്ക് നമ്മുടെ കുറെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പറയാ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും അവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പൊ വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ. അത് കഴിഞ്ഞ് നിങ്ങൾ മ്യൂസിക് ഹോറനോ റൈസണോ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം അതേപോലെ ഷോർട്ടായിട്ട് വിശദീകരിക്കുക. അങ്ങനെ നമ്മൾ ഒരു നാക്ടയില് ഒരു ഫോട്ടോയില് വെച്ച് അത് രണ്ട് വിശദീകരിക്കുക. ഇപ്പുറത്തെ ഈ സാധനം ഒരു കൂടുതൽ വിശദീകരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു. അപ്പൊ നിങ്ങൾ അടുത്ത തേമ ഞാൻ പറഞ്ഞു, അടുത്ത തേമ ഒരു നൊയേഷ് പ്രാഹയെ ലേണൻ, അതായത് നൊയേഷ് പ്രാഹയെ ഒരു പുതിയ പ്രാഹയെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ടോപ്പിക്. ആ അടുത്ത ടോപ്പിക്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതില് എന്താണ് മ്യോഗൾസ്കൈനായിട്ട് എന്തെഴുതാം, സോഷ്യൽ മീഡിയയിൽ എഴുതാം. കാരണം എന്താണ്, സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സോഷ്യൽ മീഡിയയിൽ തന്നെ വിശദീകരിക്കുക അവിടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പുറത്ത് എന്താണോ നിങ്ങൾ വിശദീകരിച്ച ആ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും വിശദീകരിക്കാൻ പറ്റും. അപ്പൊ സെയിം രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാൻ ഒരുപാട് ടൈം പോകുക, അല്ലെ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നിങ്ങൾ സ്ട്രെസ് അബോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ സോഷ്യൽ മീഡിയ തന്നെയാണ് നിങ്ങൾ ഇവിടെയും പറയാൻ പോണ സോഷ്യൽ മീഡിയ. അവിടെ സ്ട്രെസ് അബോവിന് ഇടയ്ക്ക് ചേർത്തെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചേർക്കണം, നൊയേഷ് പ്രാഹയെ ലേണൻ എന്ന് ചേർക്കണം. അതായത് പറയാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ആ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്കൊരു പുതിയ സ്പ്രാഹെ പഠിക്കാൻ പറ്റും. ഔസ്ലാൻഡിഷ് വെളിയിലുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ അതിനെ ചെറിയായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക. അപ്പൊ ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ ഈ സ്പോർട്ട് ട്രൈബൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ, സ്പോർട്ട് ട്രൈബൻ എന്ന് പറഞ്ഞാൽ സ്പോർട്ട് കളിക്കുന്നതിനെ കുറിച്ച്, ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച്, ഇതിലൊക്കെ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള മ്യോഗളിസ്കേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും സെയിം ആയിട്ടുള്ള മ്യോഗളിസ്കേഷൻ ഗനവ് ചെയ്യാൻ പറ്റും. അതായത് അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടെണ്ണം കുറെ ആയിട്ട് പഠിച്ച പോലെ അല്ലെ പഠിക്കുന്ന ഒരു ഭാരം പോലെ തോന്നില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഒരു തേമ പ്രസന്റ് ചെയ്യുമ്പോൾ തേമയുടെ കാര്യങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ എന്താണ്, മിക്ക സംഭവങ്ങൾക്കും നമുക്ക് സോഷ്യൽ മീഡിയ ആഡ് ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് കുറച്ചൊന്ന് മോഡിഫൈ വരുത്തി കൊടുത്താൽ, സോഷ്യൽ മീഡിയക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒരുപാട് പോസിറ്റീവും പറയാനും ഉണ്ട്. അപ്പൊ അത് വിശദീകരിക്കാനും പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ തേമയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പുറത്തെ ആള് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ടെൻഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ ആ മറ്റേ ആൾ എന്താ പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൽ നിന്ന് വേണം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളെ ചോദിക്കുന്നത് ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുവിധം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. അപ്പൊ ആ ചോദിക്കുമ്പോൾ ആ ആള് പറയണ നിങ്ങൾ കേട്ടില്ലെങ്കിൽ, ആ ആൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിൽ വലിയൊരു പ്രശസ്തി ഇല്ലാതെ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൾ എന്താ പറയുന്നതെന്ന് കേൾക്കുക. അത് അയാൾ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അയാൾ അതിന്റെ ഉത്തരം പറയും. നിങ്ങളോട് അയാൾ ഇതേപോലെ തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ബെറ്റർ ഉത്തരം, ഒരു കണക്ടറൊക്കെ ആഡ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഉത്തരം പറയുക. അതാണ് അടുത്തത്. പിന്നെ വരുന്നതാണ് ഡിസ്കസ്യോൺ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്, എങ്ങനെയാ ചേച്ചി ഡിസ്കസ്യോണിന്റെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളത്. ഡിസ്കസ്യോൺ വരുമ്പോൾ ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് പറയാം സു ഹൗസെ അർബൈറ്റിൻ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കസ്യോൺ. അപ്പൊ ഞാൻ എന്താണ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനെ അനുകൂലിക്കുന്ന ആളാണ്. എന്റെ പാർട്ട്ണർ ഓക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണ്ട, അത് കൊള്ളില്ല എന്ന് പറയുന്നതാണ്. അതാണല്ലോ ഡിബേറ്റ്. ഒരാൾ എഗെയിൻസ്റ്റും കാണും, ഒരാൾ ഫോറും കാണും. അപ്പൊ ഞാൻ 4 ആണ്, ഒരാൾ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നമ്മളോട് ഇപ്പൊ എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നു. ഞാൻ പറയും വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് വളരെ കംഫോർട്ടബിൾ ആണ്. അതിലൂടെ നമുക്ക് ടൈം സ്പാരൻ ചെയ്യാൻ കഴിയും, അതായത് ടൈം സേവ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഞാൻ പറയുന്നു. എന്താണ് താങ്കളുടെ മൈനിങ് എന്നുള്ള രീതി ഞാൻ ചോദിച്ച് ഫസ്റ്റ് പോയിന്റ് പറയുന്നു. അപ്പൊ മറ്റേ ആൾ എന്ത് പറയും, മറ്റേ ആള് എന്ത് ചെയ്യണം, മറ്റേ ആള് ജസ്റ്റ് അയാളുടെ മൈനിങ് അല്ല പറയേണ്ടത്. ആദ്യം കയറി അയാൾ എന്ത് പറയണം, ഞാൻ പറഞ്ഞ കാര്യത്തിനോട് അയാൾ നെഗേറ്റ് ചെയ്യണം, എതിർക്കണം. അതായത് ഞാനുമായിട്ട് അയാള് യോജിപ്പില്ലല്ലോ, എന്നോട് എതിരാണല്ലോ. അപ്പൊ അയാൾ എന്ത് പറയും, ഞാൻ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതോട് 4 ആയിട്ടാ പറയുന്നത്, അയാൾ എഗെയിൻസ്റ്റ്. അപ്പൊ അയാൾ എന്ത് പറയും, ഇല്ല ഞാൻ ഈ സ്റ്റിമ്മേ വിദ്യാർത്ഥി ഞാൻ താങ്കളോട് യോജിക്കുന്നില്ല. കാരണം വീട്ടിലിരുന്ന കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല പല ഡിസ്റ്റർബൻസ് വരും, ഫാമിലി മെമ്പേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് അയാൾ എന്റെ ഇതിനെ നെഗേറ്റ് ചെയ്യണം.
എന്നിട്ട് വേണം അയാൾ ഒരു punct പറയാൻ, അയാളുടെ മൈനിങ്. അതിനുശേഷം ഞാൻ പറഞ്ഞതിനെ എതിർത്തിട്ട് വേണം അയാൾ എന്ത് പറയാൻ, അയാളുടെ മൈനിങ് പറയാൻ. അല്ല ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, പുള്ളിയുടെ അഭിപ്രായം പറയുന്നു, അങ്ങനെ പറഞ്ഞു പോയാൽ അതൊരു ഡിബേറ്റ് ആവുന്നില്ല. ഞാൻ പറഞ്ഞതിനെ പുള്ളി എതിർക്കണം. ആ പുള്ളി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതിനെ എതിർക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിൽ ഇരുന്ന് നല്ലതാണ്, അപ്പൊ പുള്ളി പറയണം വീട്ടിൽ ഇരുന്ന് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, ഫാമിലി മെമ്പേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പൊ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് അയാൾ എന്ത് പറയാം, ഒരു punct അയാളുടെ മൈനിങ് പറയണം. അപ്പൊ അയാൾ പറയുകയാണ് എഗെയിൻസ്റ്റ് ആണല്ലോ, നമ്മൾ പോയി ആണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും, അപ്പൊ അവിടെ നല്ലൊരു രീതിയിൽ തന്നെ സ്ട്രെസ് റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഓഫീസിൽ പോയാന്ന് പുള്ളി പറയുന്നു. അപ്പൊ തന്റെ അഭിപ്രായം എന്താന്ന് പുള്ളി ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് പറയണം? പുള്ളി പറഞ്ഞതിനെ ഞാനും എതിർക്കണം. ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ സോഷ്യൽ മീഡിയയിൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്പുകൾ യൂസ് ചെയ്ത് അവരോട് ചാറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തന്നോട് യോജിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫാമിലിയുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നും കൂടി അടുത്തൊരു മൈനിങ്ങും ഞാൻ എന്റെ പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അതിനെയും എതിർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളി എതിർക്കാം, ഒന്നെങ്കിൽ അയാൾക്ക് ഫുൾ ആയിട്ട് എതിർക്കാം, അല്ലെങ്കിൽ അയാൾക്ക് പാർഷ്യലി എടുക്കാം. അതായത് ഞാൻ തന്നോട് ഞാൻ പകുതിക്ക് യോജിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നോട് ചില പുങ്ക്റ്റിന് നിങ്ങൾക്ക് ഒരെണ്ണം ഇതാണ് ഞാൻ യോജിക്കുന്നു എന്നും പറയാം. എല്ലാം നിങ്ങൾ നെഗേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിന് ഞാൻ പറയുവാണ്, കൊറോണയുടെ സമയത്ത് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അത് കാരണം കുറെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി അല്ലെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഇപ്പുറത്തെ പാർട്ണർ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ്, അതൊരു ഫാക്ട് ആയിട്ടുള്ള കാര്യമാണ്. കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തത് ഭയങ്കര എന്തായിരുന്നു, നല്ലൊരു സംഭവമായി, ഹെൽപ്ഫുൾ ആയ സംഭവം. പുള്ളിക്ക് എന്ത് പറയാം? ഞാൻ തന്നോട് യോജിക്കുന്നു, ഈ സ്റ്റിമ്മേ മിദ്യർ, അല്ലെങ്കിൽ ഞാൻ തന്നോട് പാർഷ്യലി, സ്റ്റിമ്മേ മിദ്യർ ടൈൽ വെച്ച് ഞാൻ തന്നോട് പാർഷ്യലി യോജിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് പുള്ളിക്ക് പറയാം ആ സമയത്ത് അത് യൂസ്ഫുൾ ആയിരുന്നു, പക്ഷെ അന്നേരം കുറെ പ്രോബ്ലംസ്, നമുക്ക് കണ്ണിന്റെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ രീതി വേണം ഇത് പറഞ്ഞു പോവാൻ. ഒന്ന്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എതിർക്കാം, ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പകുതിക്കോ അല്ലെങ്കിൽ യോജിച്ച് കൊടുക്കാം. ഇപ്പൊ ഈ കൊറോണയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് പൊട്ടത്തെറ്റാണ്, ആ സമയത്ത് ഒട്ടും യൂസ്ഫുൾ ആയില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയ വർക്ക് ഫ്രം ഹോം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ കാര്യമൊക്കെ നമുക്കൊന്ന് യോജിച്ച് വിടാം. അങ്ങനെയാണ് ഈ ഡിസ്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്റെ മൈനും അയാളുടെ മൈനും, എന്റെ മൈനും അയാളുടെ മൈനും പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ മൈനും പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ എതിർത്തൊരു പോയിന്റ് പറഞ്ഞിട്ട് വേണം അയാളുടെ അഭിപ്രായം പറയാൻ. അങ്ങനെ തന്നെ തിരിച്ചു മറിച്ചും പോകും. അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ നമ്മളോട് പ്രൂഫർ എൻഡ് ചെയ്തോളാൻ പറയും. പ്രൂഫർ എൻഡ് ചെയ്യാൻ അല്ല, നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ തന്നെ. അപ്പൊ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അയാൾ പറഞ്ഞതിനോട്, നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ബെറ്റർ അയാൾ പറഞ്ഞോട് എതിർത്തിട്ട് പറയാനായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് പറയാം അയാൾ പറഞ്ഞ പുങ്ക്റ്റിനോട് ഞാൻ താൻ പറഞ്ഞ പുങ്ക്റ്റിനോട് യോജിക്കുന്നില്ല, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്ക് എന്തായാലും ഈ ഡിസ്കഷൻ നിർത്താം, ഡിസ്കഷൻ നല്ലതായിരുന്നു പക്ഷെ നമുക്ക് ഒരുമിച്ചൊരു മൈനും ഇല്ല, അതുകൊണ്ട് നിർത്താം എന്ന് പറഞ്ഞ് നിർത്താം. ഒന്നെങ്കിൽ അങ്ങനെ നിർത്താം. ഇനി അതല്ലെങ്കിൽ എന്ത് പറയാം, എന്താണ് അയാൾ പറഞ്ഞ പുങ്ക്റ്റിനോട് താൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, നമുക്ക് ഇത് നിർത്താം എന്ന് പറഞ്ഞ് നിർത്താം, അങ്ങനെയും നിർത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുങ്ക്റ്റ് പറഞ്ഞിട്ട് നിർത്താം, അങ്ങനെയും ചെയ്യാം. പിന്നെ അതല്ല നിങ്ങളോട് പ്രൂഫർ പറയുകയാണ് നിർത്തിക്കോളാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി പിന്നെ ഒന്നും മിണ്ടാതിരിക്കരുത്. നിർത്തിക്കോളാൻ അവർ പറയുന്നത് ആ പുങ്ക്റ്റ് വെച്ച് അവസാനിപ്പിച്ചോളാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിർത്തിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പറയുന്ന പുങ്ക്റ്റ് അത് നിങ്ങൾ പൂർത്തിയാക്കുക. അവസാനം ഓക്കെ പറയുക ഞാൻ തന്നോട് യോജിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് നിർത്താൻ പറയണം. അപ്പൊ നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുക ഞാൻ ഒരുപാട് പറയണ്ട, ഞാനിപ്പോ യോജിക്കുന്നില്ല, നമുക്കപ്പോ ഇത് നിർത്താം, ഡാങ്കേ ഷോൺ എന്ന് പറഞ്ഞ് നിർത്താം. അല്ലാതെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാ സ്റ്റോപ്പ് ചെയ്യരുത്. ആ ഒരു പറഞ്ഞ കാര്യം തീർത്തിട്ട് വേണം നിർത്താൻ. ഇങ്ങനെയാണ് സ്പീക്കിങ്ങിന്റെ കാര്യം. അപ്പൊ ഇതാണ് തേമ. ഫസ്റ്റ് തേമയുടെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതാണ് ഡിസ്കസിയോന്റെ കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാം, ഞാൻ കാണുമ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ്, ഏത് തരം ടിപ്സ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഇച്ചിരി ലൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ കാണും, ടൈം പറഞ്ഞില്ല, ഞാൻ ഈവനിങ് ആണ് പിടിക്കുന്നത്. പിന്നെ ഉടനെ തന്നെ ഞാൻ മറ്റേ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇമെയിൽ വഴി കൊച്ചി ട്രിവാൻഡ്രം എടുക്കുന്നതെന്നുള്ള ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.